ഇംഗ്ലണ്ടുമായുള്ള T20 പരമ്പരയിൽ ഇനിയുള്ള മത്സരങ്ങളിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സഞ്ജു സാംസൺ എന്ന മലയാളി താരത്തെക്കുറിച്ച് ഇറക്കുകയാണെങ്കിൽ ഒരു ചതി മാത്രം ചെയ്യരുത് എന്നാവശ്യപ്പെട്ട് പലരും എത്തുന്നുണ്ട്. ഇപ്പോൾ എത്തുന്നത് മുൻ ഓപ്പണറായിട്ടുള്ള വസീം ജാഫറാണ്. കഴിഞ്ഞ 2 മത്സരങ്ങളിലും ബെഞ്ചിലായിരുന്ന സഞ്ജുവിനെ തിരികെ വിളിക്കുമോ എന്നത് ഇനിയും ഉറപ്പായിട്ടില്ലാത്തൊരു കാര്യമാണ്. കഴിഞ്ഞ T20 ലോകകപ്പിലെ ഹീറോയിസത്തിനു ശേഷം കടുത്ത അവഗണനയാണ് ടീം മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും അദ്ദേഹം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ലോകകപ്പിൽ പ്ലെയർ ഓഫ് ദി ടൂർണമെൻ്റ് ആയിരുന്ന സഞ്ജു ഓപ്പണിങ്ങിൽ ഇനി സ്ഥിരം സാന്നിധ്യമായി മാറുമെന്ന് കരുതപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ വെറും 3 ഇന്നിങ്സുകളിലെ ചെറിയ സ്കോറുകളുടെ പേരിൽ അദ്ദേഹം പുറത്താക്കപ്പെട്ടിരിക്കുകയാണ്. പകരം വണ്ടർ കിഡായ വൈഭവ് സൂര്യവംശി ടീമിലേക്ക് വരികയുമായിരുന്നു. ഇതിനകം കളിച്ച 2 ഇന്നിങ്സുകളിലും വലിയ സ്കോർ കുറിക്കാനായില്ലെങ്കിലും 15-കാരനെ തുടർന്നും അവസരങ്ങൾ ലഭിക്കുമെന്നുള്ള കാര്യം ഏകദേശം ഉറപ്പാണ്. ഇന്ത്യൻ പ്ലേയിങ് 11ലേക്ക് സഞ്ജു സാംസണിനെ തിരികെ വിളിക്കുകയാണെങ്കിൽ എന്തൊക്കെ സംഭവിക്കാം, അല്ലെങ്കിൽ വിളിക്കുമ്പോൾ ഓപ്പണിംഗ് റോൾ നൽകാതെ മധ്യനിരയിൽ കളിപ്പിക്കുക എന്നതാണ് വസീം ജാഫർ ആവശ്യപ്പെടുന്നൊരു കാര്യം. സ്വന്തം യൂട്യൂബ് ചാനൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇതിനെക്കുറിച്ച് വെളിപ്പെടുത്തിയത്. മുൻനിരയിൽ ഇന്ത്യൻ ടീമിനായി സഞ്ജു സാംസണ് എന്താണ് ചെയ്യാൻ സാധിക്കുകയെന്നും അദ്ദേഹം എത്രമാത്രം അപകടകാരിയാണെന്നും അറിയേണ്ടതാണ്. നന്നായി കളിക്കുമ്പോൾ മാച്ച് വിന്നിംഗ് ഇന്നിങ്സുകൾ കാഴ്ചവെക്കാൻ സഞ്ജുവിന് കഴിയും. വെറുതെ കളിപ്പിക്കാൻ വേണ്ടി മാത്രം അദ്ദേഹത്തെ മധ്യനിരയിൽ ഇറക്കുകയാണെങ്കിൽ അത് തെറ്റായിട്ടുള്ള തീരുമാനമായിരിക്കും.